ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർവതിയും ഗാർഗിയും കൂടി സംസാരിക്കുന്നത് ജാസ്മിനെ പറ്റി തന്നെയാണ്. ഞാൻ കാരണമാണ് ജാസ്മിൻ ഇപ്പോൾ ഇവിടെ സ്ഥിരമായി താമസിക്കേണ്ടി വന്നത് എന്ന് വിഷമത്തോടെ ഗാർഗി പറയുന്നുണ്ട്. പിന്നെ ജാസ്മിൻ്റെ ഈ നാടകത്തെക്കുറിച്ചും ആദ്യം വിശാൽ എങ്ങനെ അറിഞ്ഞു എന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് അവർ. ഗാർഗി, നീ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നിനക്ക് ശത്രുക്കളെ ഉണ്ടാക്കി തീർക്കൂ എന്ന് പാർവതി പറയുന്നുണ്ട്. അതെനിക്കൊരു വിഷയമേ ഇല്ല. ജാസ്മിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫ് അവൾ നശിപ്പിക്കുമെന്നും ഗാർഗി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വീണ്ടും വീണ്ടും പാർവതി അതിനെപ്പറ്റിയാണ് ആലോചിച്ച് നിൽക്കുന്നത്. പാർവതിയുടെ അടുത്തേക്ക് മണിക്കൂട്ടൻ വന്നു. മണിക്കൂട്ടനോട് സുശീല ആൻറ്റി ജാസ്മിനെ മകളായി ദത്തെടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ സുശീല ആൻറ്റി ജാസ്മിനെ ദത്തെടുത്താൽ പിന്നെ ജാസ്മിൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറും. പിന്നെ അവൾക്ക് ഈ കുടുംബത്തിൽ സ്ഥിരമായ അവകാശവും കിട്ടുമെന്നും പാർവതി പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ജാസ്മിനെ തറയിലൊന്നും അല്ലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അവള് ഈ വീട് തലകീഴായി എടുത്ത് മറിക്കും. പിന്നെ ഈ കുടുംബം കുട്ടിച്ചോറാക്കുകയും ചെയ്യും എന്ന് മണിക്കുട്ടൻ പറയുന്നു. ഇതെല്ലാം ജാസ്മിൻ കേൾക്കുന്നുണ്ട്. മണിക്കുട്ട, നീ എന്നെക്കുറിച്ചാ പറയുന്നതെന്ന് ഓർമ്മ വേണം. നിന്നെ എൻ്റെ കൈ കിട്ടിയാൽ നിന്റെ തോല് മുഴുവനും പറിച്ചു കളഞ്ഞിട്ട് നിന്നെ പച്ചയ്ക്ക് പൊരിക്കും ഞാൻ എന്നൊക്കെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവളെ ഈ വീട്ടിൽ ദത്തെടുക്കാതെ നോക്കണം. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. നീ ഒരു കാര്യം ചെയ്യേ. കല്യാണ മണ്ഡപത്തിൽ ജാസ്മിൻ നടത്തിയ നാടകത്തെക്കുറിച്ച് എങ്ങനെയെങ്കിലും സുശീല ആൻറ്റിയെ അറിയിക്കണം. അപ്പോൾ ജാസ്മിൻ്റെ തനിനിറം ആൻറ്റിക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവളെ ആൻറ്റി ദത്തെടുക്കാതെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടോളും എന്ന് മണിക്കുട്ടൻ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, ശരി, നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ അവിടേക്ക് ദേഷ്യത്തോടെ വന്നിട്ട് പറയുന്നു, നീയും നിന്റെ ശിങ്കിടിയും തമ്മിലുള്ള പ്ലാനിങ് കൊള്ളാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. കല്യാണ മണ്ഡപത്തിൽ ഞാൻ നടത്തിയ നാടകത്തെക്കുറിച്ച് നീ പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചാൽ നിന്റെ സഹോദരി ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിൻ കല്യാണം കഴിച്ചതാണെന്നുള്ള രഹസ്യം ഞാനും എല്ലാവരോടുമായി പറയും. അത് കേട്ട് പാർവതി ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് പോലെ നിന്റെ സഹോദരി എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് വന്നത് അതുപോലെ വെറും കൈയോടെ നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എന്താ, അത് നിനക്ക് ഓക്കെ ആണോ? അത് നിനക്ക് സമ്മതമാണോ എന്ന്? എന്ത് പറ്റി പാർവതി, നിന്റെ ആവേശമൊക്കെ പെട്ടെന്ന് കെട്ടുപോയോ? എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പാർവതി, ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് പറയട്ടെ എന്നും ജാസ്മിൻ പറയുന്നു. നിന്റെ അനിയത്തിയുടെ ദിവ്യ ഗർഭത്തെക്കുറിച്ച് പറയട്ടെ? ഇപ്പോൾ തന്നെ ഞാൻ പറയാം. സുശീല ആൻറ്റി എന്ന് വിളിച്ച് ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി ജാസ്മിനെ തടയുന്നു. വേണ്ട ജാസ്മിൻ, ആരെയും അറിയിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അല്ല, അറിയിച്ചേക്കാനേ. നീ എന്തായാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുമല്ലേ? അപ്പോൾ നിനക്കിട്ടൊരു പണി പണിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ജാസ്മിൻ വെറും ഒരു മരവാഴിയാണെന്ന് കരുതില്ലേ? വേണ്ട ജാസ്മിനെ, ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് എന്തിനേക്കാൾ വലുത് എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ്. അത് നീയായിട്ട് നശിപ്പിക്കരുത്. നീ ഇവിടെ തന്നെ താമസിച്ചോളൂ എന്നും പാർവതി ജാസ്മിനോട് പറയുന്നു. പാർവതി, നീ ഒന്നോർത്തോ, നീ കളിക്കുന്നത് ഈ ജാസ്മിനോടാണ്. ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എൻ്റെ നെറുകേട് വേണമെങ്കിലും ഞാൻ കാണിക്കും. എൻ്റെ പിന്നിൽ തടസ്സവുമായി വരാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ഇവിടുന്ന് പോയി ജാസ്മിനല്ല മടങ്ങി വന്നിരിക്കുന്നത്. എന്ത് വന്നാലും എല്ലാത്തിനെയും ഞാൻ പരാജയപ്പെടുത്തിയിരിക്കും. നീ തോറ്റുപോകും പാർവതി എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ പാർവതി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും സുശീലയും തമ്മിൽ സംസാരിക്കുകയാണ്. ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിന്റെ ഉദ്ദേശമല്ലേ എന്ന് പ്രഭാവതി സുശീലയോട് ചോദിക്കുന്നുണ്ട്. എന്താ, അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഞാൻ ജാസ്മിനെ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹം അവൾ എനിക്ക് തരുന്നതുമുണ്ട്. അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എനിക്ക് ഭർത്താവില്ല, മക്കളില്ല. ജാസ്മിനും അവളുടെ അച്ഛനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാനും ജാസ്മിനും തുല്യ ദുഃഖിതരാണിപ്പോൾ. ആ സ്ഥിതിക്ക് ഞാൻ ജാസ്മിനെ അഡോപ്റ്റ് ചെയ്താൽ എനിക്ക് ജാസ്മിനും എനിക്കും തുണയായിട്ടുണ്ടാവുമല്ലോ. സുശീല, എന്നാലും ഈ വിവരം ജാസ്മിൻ്റെ അച്ഛനെ കൂടി ഒന്ന് അറിയിക്കണ്ടേ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. ആ സമയം ഇത് കേട്ടുകൊണ്ട് ജാസ്മിനും അവിടേക്ക് എത്തി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡാഡിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇനി ഡാഡിയുടെ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയുമില്ല. അല്ല, ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും കേസ് കൊടുക്കാൻ തുടങ്ങുന്ന ആളാണല്ലോ ജാസ്മിൻ്റെ ഡാഡി. സുശീല ജാസ്മിനെ ദത്തെടുത്ത് കഴിയുമ്പോൾ ഇവളുടെ ഡാഡി എന്തെങ്കിലും നിയമപ്രശ്നവുമായി കയറി വന്നാലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ ആൻറ്റി എന്ന് ജാസ്മിൻ പറയുന്നു. അല്ല പിന്നെ, അത്രയേ ഉള്ളൂ. ഇവളുടെ ഡാഡി ഇവളെ ദത്തെടുത്തതിൻ്റെ പേരിൽ കേസുമായിട്ട് വന്നാൽ അത് ജയിക്കാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, സൂപ്പർ ആൻറ്റി, ഇതാണ് സ്പിരിറ്റ്. പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു, സുശീല വേലി കിടന്ന പാമ്പിനെയാണ് നീ എടുത്ത് തോളത്ത് വെക്കുന്നത്. അത് കഴിയുമ്പോഴും ഈ സ്പിരിറ്റ് ഇതുപോലെ തന്നെ കാണണം. ഈ സമയം ഗാർഗി എവിടേക്ക് വരുന്നു. ഗാർഗി ചേച്ചിയുടെ മരുമകളൊക്കെ തന്നെയാണ്. അവൾക്ക് ഈയിടെയായി പാർവതിയുടെ കൂടി അഹങ്കാരം കൂടിയിട്ടുണ്ട്. ജാസ്മിനെ ഇത്രയും നാളെ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയല്ലേ നമ്മൾ കണ്ടത്.
ജാസ്മിനെ ഈ വീട്ടിൽ താമസിക്കാൻ എന്ത് അവകാശമാണെന്ന് ഗാർഗിക്ക് ചോദിക്കാൻ പാടുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് നൊന്തു. എന്നൊക്കെ സുശീല പറയുന്നു. ഇത് കേട്ടു നിന്ന് ഗാർഗി പറയുന്നുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ജാസ്മിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചത്? അതേടി, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചത്. ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് എന്താ അവകാശമെന്ന് നീ ചോദിക്കാൻ വരില്ലല്ലോ എന്നെ സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട്, ഇല്ലേ, ഞാൻ ഇനി ഒന്നിനുമില്ല. പക്ഷേ ഈ തീരുമാനം തെറ്റായി പോയെന്ന് പിന്നീട് സുശീലാന്റിക്ക് തോന്നരുത്. ഇതും കേട്ട് പാർവതിയും അവിടേക്ക് വരുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ തോന്നുന്നത്? അപ്പച്ചി ജാസ്മിനെ ദത്തെടുത്തോണ്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പച്ചി ജാസ്മിനെ ദത്തെടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ജാസ്മിനും അതുകൊണ്ട് നന്മയേ ഉണ്ടാകൂ. ജാസ്മിനെ അപ്പച്ചി മകളായി ദത്തെടുത്തു കഴിഞ്ഞാൽ അപ്പച്ചിയുടെ സ്വത്തുക്കൾക്ക് പിന്നെ ജാസ്മിനല്ലേ അവകാശിയാവുന്നത്. ആ സ്വത്തുക്കൾ പിന്നെ അന്യാധീനപ്പെട്ടു പോകത്തുമില്ല എന്നെ പാർവതി പറയുന്നു. എല്ലാവരും സംശയത്തോടെ നിൽക്കുന്നുണ്ട്. പാർവതി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് ഗാർഗിയും അത് തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. പാർവതിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ഇവളെന്താ ഇതിനെ അനുകൂലിക്കുകയാണോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അതെ, പാർവതി പറഞ്ഞത് ശരി തന്നെയാണ്. ഇനി എൻ്റെ സ്വത്തുക്കളെല്ലാം ഈ ജാസ്മിൻ മോൾക്കുള്ളതാണ്. അയ്യോ, എനിക്ക് ആൻറ്റിയുടെ ഈ കുടുംബത്തിൻ്റെയോ യാതൊരുവിധ സ്വത്തും ഒന്നും വേണ്ട. പിന്നെ സ്വത്ത് വേണ്ട പോലും ഈ കുടുംബത്തിനുള്ള സ്വത്തിന്റെ ആർത്തിമൂത്ത ലേഡി പിന്നെ നീ ഈ കുടുംബത്തേക്ക് കെട്ടി എഴുന്നള്ളിയത് എന്നെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പാർവതി ഈ ദത്തെടുക്കലിനെ അംഗീകരിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ വാ മോളെ, നമുക്ക് അഡോപ്ഷനുള്ള ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി ചെയ്യാം എന്ന് പറഞ്ഞ സുശീല ജാസ്മിനെയും കൂട്ടി പോകുന്നുണ്ട്. പാർവതിക്കും ഗാർഗിക്കും പ്രഭാവതിക്ക് പോലും സുശീല ജാസ്മിനെ ദത്തെടുക്കുന്നതിൽ ഒരു താല്പര്യമില്ല. ഈ സമയം ഓൺലൈനിലുള്ള ആപ്ലിക്കേഷൻ വഴി ഫോം ഫില്ല് ചെയ്യുകയാണ് സുശീലയും ജാസ്മിനും. എന്താ ഇവിടെ എല്ലാവരും ചേർന്ന് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ച് വിശാലും അവിടേക്ക് വന്നു. കൂടെ പ്രതാപനും ഉണ്ട്. സുശീല ജാസ്മിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ഓ, സുശീലാൻറ്റി വളരെ ഫാസ്റ്റ് ആണല്ലോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാ വെച്ച് വൈകിപ്പിക്കുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, ഞാൻ സഹായിക്കണമെന്ന്. വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് സുശീല. ചേച്ചി, ഇവളെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കുന്നത് അബദ്ധമാവില്ല എന്ന് പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി. ഭാവിയിൽ ഇവളെ നമുക്ക് വിലങ്ങ് തടിയായിട്ട് വന്നാൽ ഇവളെ നമ്മളങ്ങ് തീർക്കുമെന്ന് പ്രഭാവതി പ്രതാപനോട് ചെവിയിൽ പറയുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒരു രഹസ്യം പറച്ചിലെന്താ? ഞാൻ ഈ വീട്ടിലെ അംഗമാവുന്നത് അങ്കിളിന് ഇഷ്ടമായില്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. നീ ഈ വീട്ടിലെ അംഗമാവുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് പറയുമായിരുന്നു. അത് കേട്ട് സുശീലയ്ക്ക് സന്തോഷമാകുന്നു. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ജാസ്മിനെ ഞാൻ നിയമപരമായി ദത്തെടുക്കാൻ തീരുമാനിച്ചത്. ഗോപിനാഥും വിജയമ്മയും അവിടേക്ക് വരുന്നുണ്ട്. ഇനി ജാസ്മിൻ എൻ്റെ മകളാണെന്നും സുശീല പറയുന്നുണ്ട്. അത് കേട്ട് ഗോപിനാഥും വിജയമ്മയും ഞെട്ടലോടെ നിൽക്കുന്നു. ഈ കുടുംബത്തിലെ അംഗമാണെന്നും സുശീല പറയുന്നു. എല്ലാവരും ജാസ്മിനെ ആ നിലയ്ക്ക് വേണം പരിഗണിക്കേണ്ടത്. ദത്തെടുക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. എങ്കിലും ജാസ്മിനെ ഈ വീട്ടിലെ അംഗമാക്കി കാണുന്നതിന് നിയമപരമായി ഒരു അംഗീകാരത്തിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. ദേഷ്യത്തോടെ സുശീല എന്ന് വിളിക്കുകയാണ് ഗോപിനാഥ്. അച്ഛനും അച്ഛമ്മയും എത്തിയോ? അച്ഛ വരുന്ന വിവരം അറിയിച്ചിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാറുമായി എത്തിയിരുന്നേനെയല്ലോ എന്ന് വിശാൽ പറയുന്നു. അത് സാരമില്ല, ഞങ്ങളൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? സുശീല എന്താ പറഞ്ഞത്? ജാസ്മിനെ നിയമപരമായി ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പോകുന്നു എന്നോ എന്നെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അതെ ഏട്ടാ, ജാസ്മിനെ എൻ്റെ മകളായി ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പോവുകയാണ് ഞാൻ. ആരോട് ചോദിച്ചിട്ടാ ഈ ജാസ്മിനെ നീ ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ തീരുമാനിച്ചത് എന്ന് വളരെ ദേഷ്യത്തോടെ ഗോപിനാഥ് ചോദിക്കുകയാണ് സുശീലയോട്. ഈ കുടുംബത്തിലേക്ക് പുറത്തു നിന്നും ആരെയും ദത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ദത്തെടുക്കണമെങ്കിൽ എൻ്റെയും അമ്മയുടെയും അനുവാദം വാങ്ങിക്കണം. ഈ ജാസ്മിനെ ദത്തെടുക്കുന്നതിന് മുമ്പ് നിന്റെ തലയ്ക്ക് മുകളിൽ 2 മുതിർന്നവരുണ്ടെന്ന് എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല? അത് പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് ജാസ്മിനെ എനിക്ക് ദത്തെടുക്കാൻ തോന്നിയത്. അന്നേരം നിങ്ങൾ 2 പേരും തീർത്ഥാടനത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ചോദിക്കുന്നു, എനിക്ക് ജാസ്മിനെ ദത്തെടുക്കണം, നിങ്ങൾ അതിന് അനുവദിക്കണം. അത് കേട്ട് ദേഷ്യത്തോടെ ഗോപിനാഥ് പറയുന്നുണ്ട്, പറ്റില്ല. എന്തുകൊണ്ട് ജാസ്മിനെ ദത്തെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എനിക്കറിയണമെന്ന് സുശീല പറയുന്നുണ്ട്. ജാസ്മിന്റെ ഇവിടെ നടത്തിയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഒടുവിൽ വിശാലിനെ വിവാഹം കഴിക്കാൻ നടത്തിയ ശ്രമം വരെ. ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാണ് ഈ പാർവതി. അവളിപ്പോ ഈ വീട്ടിലെ മകളാണ്. ഇവളെ സദാ ദ്രോഹിക്കുന്ന ആളാണ് ഈ ജാസ്മിൻ. അങ്ങനെ ഒരാളെ ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പറ്റില്ല. എന്താ അമ്മയുടെ അഭിപ്രായം? അമ്മയത് പറയണോ എന്ന് ഗോപിനാഥ് ചോദിക്കുന്നുണ്ട്. നിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുമെന്ന് വിജയമ്മ. വിശാലും ജാസ്മിനും പറഞ്ഞു വെച്ചിരുന്ന വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ ജാസ്മിൻ ഇവിടെ താമസിക്കേണ്ടി വന്നത്. ഇപ്പോൾ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി, അതും മുടങ്ങി. വിശാല് പാർവതിയുടെ ഭർത്താവായിരിക്കെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത് തന്നെ തെറ്റാണ്. ഞാനും ഗോപിയും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ടും ഞാൻ അറിയുന്നുണ്ട്. ജാസ്മിൻ, ഇനി എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല.
അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്നും വിജയമ്മ പറയുന്നുണ്ട്. ഈ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, സുശീലയ്ക്കും ജാസ്മിനും ഒഴികെ. അമ്മേ, ഞാനൊന്ന് പറയട്ടെ എന്നെ സുശീല പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു, സുശീല നിനക്ക് ഇവിടെ ദത്തെടുത്ത് തീരുമെങ്കിൽ ആകാം, പക്ഷേ അതിനുശേഷം നിനക്കും ഇവൾക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അമ്മേ, അതുവരെ കാത്തു നിൽക്കണ്ട, ഇവരെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടുന്നതായിരിക്കും നല്ലതെന്ന് ഗോപിനാഥും പറയുന്നു. അത് കേട്ട് രണ്ടുപേരും ടെൻഷനാകുന്നു, ബാക്കിയുള്ളവർക്ക് സന്തോഷവുമാകുന്നു. നമ്മുടെ ഈ കുടുംബത്തിന് സമാധാനമാണ് ആവശ്യം. ഇറങ്ങ്, രണ്ടും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, അച്ഛാ വേണ്ട, ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്, അത് ഭയങ്കര കഷ്ടമാണ്. അമ്മ പോയതിനു ശേഷം എന്നെ വളർത്തിയത് ആൻറ്റി അല്ലേ അച്ഛാ, ആ നന്ദിയും കടപ്പാടും മറക്കാൻ പാടുണ്ടോ? അതൊന്നും മറക്കാൻ പാടില്ല. ആൻറ്റി ഇവിടെ തന്നെ നിൽക്കണം. അച്ഛനോടും അച്ഛമ്മയോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഇവരെ പുറത്താക്കരുത്. ദേഷ്യത്തോടെ ഗോപിനാഥും വിജയമ്മയും അകത്തേക്ക് കയറി പോകുന്നു. മോനെ, ഞങ്ങൾ ഇറങ്ങിക്കോളാമെന്ന് സുശീല പറഞ്ഞപ്പോൾ വേണ്ട, ആരും ഇവിടെ നിന്നും എങ്ങോട്ട് പോകണ്ട എന്ന് വിശാൽ പറയുന്നുണ്ട്. വിശാലിനെ ദേഷ്യത്തോടെ പാർവതിയും ഗാർഗിയും നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.